ജോണിനെ കുറിച്ച് തന്നെ വ്യക്തിപരമായിട്ടുള്ള അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ എനിക്ക് നായക്കളിയെ കുറിച്ചാണ് പറയണത്. ആ നായക്കളി തുടങ്ങുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. പക്ഷെ അതിന് ജോണിന്റെ സിനിമ, അമ്മേറിയൻ സിനിമയായാലും നായ്ക്കളി ആയാലും പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റ് ഒന്നുമില്ല. അത് നായ്ക്കളി തന്നെ പല ഭാഗത്തും കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയുടേതായ അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അവിടുത്തെ വ്യക്തികളുടെ അവിടെ പ്രാദേശിക പ്രശ്നങ്ങൾ ഒരു മറ്റൊരാളോട് ചോദിക്കുകയും അയാൾ തിരിച്ചു ചോദിക്കുകയും ആ രീതിയിലാണ് ആ നാടകം പുരോഗമിക്കുന്നത്. പക്ഷെ അത് ചെല്ലാനത്ത് പോകുമ്പോൾ ചെല്ലാനത്തിൻ്റെതായ പ്രശ്നങ്ങളാണ് നായ്ക്കളിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പണിപ്പുരയെ പറ്റി പറയണ്ടേ. പണിപ്പുര സത്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു അല്ലെ. നാടകം, സിനിമ, നൃത്തം, സംഗീതം, അങ്ങനെ ഞങ്ങളവിടെ ചെന്നിരുന്നിട്ട് രാത്രി ശരിക്കും വെസ്റ്റേൺ ക്ലാസ്, മൊസാട്ട്, ബിതോവൻ, ചൈക്കോവ്സ്കിയെ പോലുള്ള സംഗീതം, അവിടെ ലൈറ്റ് പോലും ഇല്ല. മെഴുതിരി വട്ടത്തിലാണ് ഞങ്ങൾ രാത്രി 2, 3, 4 മണിക്കൊക്കെ ഇങ്ങനെ സംഗീതം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ജോൺ എബ്രഹാമും അയ്യപ്പനൊക്കെ വന്നൊരു കവിതാലപനവും അങ്ങനെ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. അവിടെ വെച്ച് ഒരു പ്രചോദന എന്നൊരു ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ എന്റെ സെക്രട്ടറി ആയിരുന്നു. ആ പ്രചോദന ഫിലിം സൊസൈറ്റി ധാരാളം സിനിമകള് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ധാരാളം സിനിമകള്, ലാറ്റിൻ അമേരിക്കൻ സിനിമകള്, ജാപ്പനീസ് സിനിമ, ധാരാളം സിനിമകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ നേരിട്ടത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് അന്നത്തെ ഇടതുപക്ഷ സംഘടനകൾ, ഞാൻ അതിന്റെ ഒരു ഭാഗമാണ്, പൂക്കാസഭയുടെ സംഘടനകൾ ശക്തമായിട്ട് എതിർക്കുകയും ഇവര് ഇതിനകത്ത് ബ്ലൂ ഫിലിമാണ് പ്രദർശിപ്പിക്കണമെന്നായിട്ട് ഒരു പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കൊടുത്തു. അപ്പൊ അന്ന് അന്വേഷിച്ച് തന്നെ പോലീസുകാരൊക്കെ വരികയും ഞാൻ പറഞ്ഞു ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞ് അത് ജോൺ എബ്രഹാം ഒക്കെ ഇടപെട്ടിരുന്നു. അപ്പൊ അന്ന് ഈ ആദ്യമായിട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തി ഇഫ്ക നടത്തുന്നത് 1988 1988 തിരുവനന്തപുരം. അപ്പൊ ഞങ്ങളൊക്കെ അതിന് 2 ആഴ്ചയാണ് ഞങ്ങൾ 1988 ആ ചരിത്രമേള നടക്കുമ്പോൾ തിരുവനന്തപുരത്തുണ്ട്. അത് ജോൺ എബ്രഹാം അന്തരിച്ചു. അപ്പൊ അന്നുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മൾക്ക് ആർക്കും ഡെലിഗേറ്റ് പാസ് കിട്ടിയില്ല. ഡെലിഗേറ്റ് പാസ് കിട്ടിയാൽ തന്നെ ആ സിനിമ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അന്ന് ആനന്ദ് പട്ടവർദ്ധനുണ്ട്, അത് നീന ഗുപ്തയായിരുന്നു അതിന്റെ ഫിലിം ഡയറക്ടർ. അപ്പൊ ഞങ്ങൾ സിനിമ കാണാൻ പറ്റുന്നില്ല എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആനന്ദ് പട്ടവർദ്ധൻ വന്ന് നമ്മളൊരു സംഘം ആളുകൾ, ഞങ്ങള് വളരെ പുറകിലാണ്. ആനന്ദ് പട്ടവർദ്ധൻ നീന ഗുപ്തയുടെ ഡോറ് തള്ളി തുറന്ന അകത്തുകാരാണ്. ജോൺ എബ്രഹാമിന്റെ ആൾക്കാരാണ് ഇവര്. ഇവർക്ക് നിങ്ങൾ ഡെലിഗേറ്റ് പാസ് കൊടുക്കാതെ നിങ്ങളിവിടെ സിനിമ കളിക്കൂല, നമ്മളത് അനുവദിക്കുകയില്ല എന്ന് പറയാം. ഭയങ്കര പ്രശ്നങ്ങളായി. അന്ന് തന്നെ രാത്രി നീനഗുപ്തയുടെ ഓർഡർ ഇട്ട് ഒഡേസക്കാർക്ക് എല്ലാവർക്കും ഡെലിഗേറ്റ് പാസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ സിനിമകൾ 2 ആഴ്ചയോളം സിനിമകൾ കാണാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ അമ്മയറിയാൻ സിനിമ ആദ്യമായിട്ട് സ്ക്രീൻ ചെയ്യണത് രാജേന്ദ്ര മൈതാനത്തല്ലേ. രാജേന്ദ്ര മൈതാനത്തെ പടം ഫസ്റ്റ് സ്ക്രീൻ നടക്കുമ്പോൾ രാജേന്ദ്ര മൈതാനം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആളുകൾ, ജനങ്ങളായിരുന്നു. അന്ന് നമ്മള് ഈ കപ്പലിന്റെ പുയരെ കുമ്പിളാക്കിയിട്ടാണ് ആളുകളുടെ ഇടയിലേക്ക് പോകുന്നത്. അവര് തരുന്ന ചില്ലറ തുട്ടുകൾ നല്ലൊരു തുക അന്ന് നമുക്ക് പണപ്പിരിവായിട്ട് കിട്ടി. പിന്നെ ഈ അമ്മറിയാൻ സിനിമയ്ക്ക് പോലും മുൻകൂട്ടി ഒരു സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ടുള്ള ബീന പോളും പിന്നെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിട്ട ഗീയണും വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുണ്ട്. കാരണം വെച്ചാല് പിന്നെ ആ സിനിമ എങ്ങനെ തീർക്കണം എന്നുള്ളത് ഈ സാരിയുടെയും ബഷീറിന്റെയും നമ്മുടെയൊക്കെ, കാരണം ആളുകളെ വേണ്ടി പൈസ പിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതൊരു നമുക്കൊരു ബാധ്യത. എങ്ങനെയൊരു സിനിമ പ്രദർശിപ്പിക്കണം. ജോണാണ് ഭയങ്കര ഉടപ്പം തുടങ്ങി. മദ്യത്തിനടി ഒരു രക്ഷയില്ല. കാരണം കുറച്ച് ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി മദ്യം കഴിച്ച് അങ്ങനെ എവിടെയെങ്കിലും കരഞ്ഞടക്കും. പിന്നെ ജോണിന് ഇങ്ങനെ പിടിച്ചു കൊണ്ടിട്ടാണ് ആ സിനിമ പൂർത്തിയാക്കുക. അത് ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം സാങ്കേതികമായിട്ട് പലതരത്തിലും ലൈറ്റിങ്ങിലൊക്കെ പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മള് തന്നെ സമരം ചെയ്തിട്ടാണ് ജോണിനെ കൊണ്ട് പടം എങ്ങനെയും ചെയ്യിപ്പിച്ചത്. ആ സമയത്ത് ബീന പോലാണെങ്കിൽ ക്യാരിങ് ആണ്, പൂർണ്ണ ഗർഭിണിയാണ്. അവർക്ക് വേണുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ആ പടം തീർക്കണം. ബീന എങ്ങനെ പാഞ്ഞു നടക്കണം. അങ്ങനെയാണ് ആ പടം തീർത്തെടുത്തത്. അത് ആ സമയത്തൊക്കെ ഒരു ഫോർട്ട് കൊച്ചിയിലൊരു സാംസ്കാരികമായിട്ടുള്ളൊരു വലിയൊരു അല്ല തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കാലാന്തരത്തില് ആ സംഭവം ഈ ബഷീർ പറഞ്ഞ ചത്തു നിലച്ചു പോയി എന്നുള്ളതാണ്. അത് തുടർന്നു കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്.
അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊജക്ട് എടുക്കാനുള്ള കാരണം തന്നെ നമ്മ പലയിടത്തും ഞാനും കുറെ സ്ഥലത്ത് സിസ്റ്റം പ്രൊജക്റ്റായിട്ട് പോയിട്ടുണ്ട്. അതും പലയിടത്തും കംപ്ലൈന്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ലോൺ എടുത്തിട്ടാണ് സിദ്ദിഖ് ഒരു പ്രൊജക്ടർ നമ്മുടെ ലോൺ എടുത്തിട്ടാണ് അത് വാങ്ങുന്നതും പലയിടത്തും ബോർഡ് സ്ക്രീൻ ചെയ്തതും പലതവണ അത് ജപ്തി വരെ നേരിട്ടുണ്ട്. തൊട്ടടുത്ത യൂക്കോ ബാങ്കിൽ നിന്നാണ് പൈസ എടുത്തിട്ടാണ് പ്രൊജക്ട് വാങ്ങിച്ചത്. പൈസ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റണില്ല. പക്ഷെ അങ്ങനെയൊക്കെ അറിയാം. അതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ ആ പ്രൊജക്ടർ വെച്ചിട്ടാണ് നമ്മൾ പലയിടത്തും സ്ക്രീനിങ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് കുറെ ഓർമ്മകൾ പങ്കുവെക്കുന്നത്. ഒരു 82 അല്ലേ, 82. സത്യം പറഞ്ഞാൽ അതൊരു 4 സിനിമക്കുള്ള ഫിലിം അന്ന് യൂസ് ചെയ്തത്. 4 സിനിമകള്, ഒരു 3 ഫിലിം റോളുകൾ. അതിന്റെ റഷസ് ഇപ്പോഴും ഉണ്ടെന്നാ പറഞ്ഞത്. എവിടേക്കാണ് വരാൻ പാടില്ല. അപ്പൊ നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞത് നമുക്ക് ആ റഷസ് വെച്ച് വേണമെങ്കിൽ നമുക്കൊരു പഠനം നടത്താന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓരോ ഓർമ്മകളുണ്ട്. പിന്നെ ജോണിനെ കുറിച്ചുള്ള ഒരു KM ഷാജി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ജോൺ KM ഷാജി ഇവിടെ ഇല്ല, പുള്ളിയും കൂടി വേണമായിരുന്നു. കുടുംബം നമുക്ക് KM ഷാജിനെ ഉണ്ടായിരുന്നു. ഞാൻ മൈക്ക് കൈമാറണേ. അതെ പറയും. ഒരു സിനിമ കാണുന്നത് പോലെ ഭയങ്കര ആഗ്രഹമായിരുന്നു പുള്ളിയുടെ. ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണം, സംവിധാനം ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നടക്കുന്നില്ല, മാനസിക പ്രശ്നമുണ്ട്. നടക്കാതെ വരുമ്പോ പുള്ളി ഭയങ്കര ഡൗൺ ആയി. പിന്നെ പുള്ളി മാനസികാശുപത്രിയിൽ കൊണ്ടുവന്നൊരു സംഭവമാണ്. അപ്പൊ ഈ പറഞ്ഞു വരുന്നപ്പോ ഈ സിനിമയുടെ ഓപ്പണിംഗ് സീൻ നടക്കുന്നത് ഫോർട്ട് വെച്ച് കടപ്പുറത്താണ്, അമ്മേറിയ. അത് വാസ്തവത്തിൽ ക്ലോസിംഗ് ഷോട്ടായിരുന്നു കേട്ടോ ആ പടത്തില. അപ്പൊ ആ രംഗത്ത് ഈ ഹംസ കുറച്ച് ഒരു സീനിലുണ്ട്. അപ്പൊ ഈ പുള്ളി ഇത് സംഭവം വെറുതെ ഇങ്ങനെ ഒരാൾ ഡ്രംസ് വായിക്കുന്നു. മറ്റേ സാം എന്നുള്ള വ്യക്തി, പുള്ളി ഒരു ഹോട്ടലൊക്കെ നടത്തിയിരിക്കുന്ന പുള്ളി മരിച്ചു, സൂയിസൈഡ് ചെയ്തു. അപ്പൊ അതിന്റെ ഡ്രംസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഹംസ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഷൂട്ടിങ്. അത് ശരി ക്ലോസിംഗ് ഷോട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഹംസയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഹംസയോട് ചോദിച്ചു. ഹംസ പറഞ്ഞാണ് എന്നെ ജോൺ അബ്രഹാം സിനിമയിലേക്ക് എടുത്തു. പുള്ളി എന്നെ അനുഗ്രഹിച്ചു, ഞാൻ വാഴ്ത്തപ്പെട്ടവനാണ്. പുള്ളിക്ക് അങ്ങനെ മാനസിക പ്രശ്നമാണ്. ഞാൻ എന്നെ ആ സിനിമയിലായിരിക്കും, ഇനി എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു ഹംസ അതല്ല, അതൊരു ക്രോസിംഗ് ഷോട്ടാണ്. ഇല്ല, അത് എന്നെ എടുത്തെന്ന് പറഞ്ഞു. അത് സംഭവം അതോടുകൂടി തന്നെ പിന്നെ അടുത്ത സീൻ പുള്ളി മാനസികാശുപത്രിയിലാണ്. അത്രയും മാനസിക ഭ്രാന്തിയുള്ള ഒരു വ്യക്തിയാണ് ഹംസ. പുള്ളി മരിച്ചു കേട്ടോ. ദേശീയ വാർത്തയിലാണ് കേൾക്കുന്നത് ജോൺ മരണപ്പെട്ടു വന്നത്. അത് അന്ന് ഫോണും അങ്ങനെ സംഭവമൊന്നുമില്ല. ഞാൻ ഓടി വന്ന് പണിപ്പുരയില് കുറെ സുഹൃത്തുക്കളുണ്ട്, വില്ലി ഉണ്ട്, സാലി ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പൊ അവരിത് ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞു. അവരെങ്ങനെയെങ്കിലും ജോണ്ട് അവിടെ സംഭവ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ അന്ന് വണ്ടി ഏർപ്പാടാക്കി ഇരുന്നത് EP ജോസഫ് ചെല്ലാനം, പുള്ളി മരിച്ചു. പിന്നെ സിദ്ദിഖ് ഉണ്ടായിരുന്നു. സിദ്ദിഖ് ഈ പറഞ്ഞ പോലെ പ്രൊജക്ട് ഓപ്പറേറ്റ് ചെയ്യണ പുള്ളി. അപ്പൊ അമീറൊക്കെ മരിച്ചു. അങ്ങനെ അങ്ങനെ നമ്മളൊരു സംഘം ഒരു 10-15 പേര് ഇവിടുന്ന് വാൻ എടുത്തിട്ട് ജോണിന്റെ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാണ്. അങ്ങനെ യാത്രയിലുടനീളം ആ സിനിമയെ അനർത്ഥമാക്കില്ല. അത് ആ സിനിമ തന്നെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഇങ്ങനെ പരസ്പരം പല അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവന്നു. ആ ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തി. കോട്ടയത്തായിരുന്നു ചേന്നമംഗലം. അവിടെ എത്തി. അപ്പൊ ചേന്നഗിരി. അപ്പൊ ആർക്കും അറിയില്ല ഈ ജോണിന്റെ വീട്. അപ്പൊ പറഞ്ഞേ തൊട്ടടുത്തൊരു കള്ള് ഷാപ്പുണ്ട്, അത് ചാരായ ഷാപ്പ്. നമുക്ക് അവിടെ ചോദിക്കാൻ തുടങ്ങി. അവർ കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അങ്ങനെ അന്ന് രാത്രിയാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ബ്രെഡ് ബോഡി അവിടെ കൊണ്ടിരുന്നു. ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ കോട്ടയം പാസഞ്ചറിന് ടിക്കറ്റ് ഇല്ലാണ്ട് തന്നെ മോർണിംഗ് വരെ എടുക്കാൻ. അന്ന് ആർക്കും തൊഴിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അനുഭവം കൂടി ഞാൻ പങ്കുവെക്കണേ. അതെ പറയും. ഒരു സിനിമ കാണുന്നത് പോലെ ഭയങ്കര ആഗ്രഹമായിരുന്നു പുള്ളിയുടെ. ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണം, സംവിധാനം ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നടക്കുന്നില്ല, മാനസിക പ്രശ്നമുണ്ട്. നടക്കാതെ വരുമ്പോ പുള്ളി ഭയങ്കര ഡൗൺ ആയി. പിന്നെ പുള്ളി മാനസികാശുപത്രിയിൽ കൊണ്ടുവന്നൊരു സംഭവമാണ്. അപ്പൊ ഈ പറഞ്ഞു വരുന്നപ്പോ ഈ സിനിമയുടെ ഓപ്പണിംഗ് സീൻ നടക്കുന്നത് ഫോർട്ട് വെച്ച് കടപ്പുറത്താണ്, അമ്മേറിയ. അത് വാസ്തവത്തിൽ ക്ലോസിംഗ് ഷോട്ടായിരുന്നു കേട്ടോ ആ പടത്തില.
അപ്പൊ ആ രംഗത്ത് ഈ ഹംസ കുറച്ച് ഒരു സീനിലുണ്ട്. അപ്പൊ ഈ പുള്ളി ഇത് സംഭവം വെറുതെ ഇങ്ങനെ ഒരാൾ ഡ്രംസ് വായിക്കുന്നു, മറ്റേ സാമില്ലേ, സാം എന്ന് പറഞ്ഞ വ്യക്തി, പുള്ളി ഒരു ഹോട്ടലൊക്കെ നടത്തിയിരിക്കുന്ന പുള്ളി മരിച്ചു, സൂയിസൈഡ് ചെയ്തു. അപ്പൊ അതിന് ഡ്രംസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഹംസ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഷൂട്ടിങ്. അത് ശരി ക്ലോസിംഗ് ഷോട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഹംസയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഹംസയോട് ചോദിച്ചു, ഹംസ പറഞ്ഞാണ് എന്നെ ജോൺ അബ്രഹാം സിനിമയിലേക്ക് എടുത്തു, പുള്ളി എന്നെ അനുഗ്രഹിച്ചു, ഞാൻ വാഴ്ത്തപ്പെട്ടവനാണ്. പുള്ളിക്ക് അങ്ങനെ മാനസിക പ്രശ്നമാണ്, ഞാൻ എന്നെ ആ സിനിമയിലായിരിക്കും, ഇനി എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു, ഹംസ അതല്ല, അതൊരു ക്രോസിംഗ് ഷോട്ടാണ്. ഇല്ല, അത് എന്നെ എടുത്തേണ്ടത്. അത് സംഭവം അതോടുകൂടി തന്നെ പിന്നെ അടുത്ത സീൻ പുള്ളി മാനസിക ആശുപത്രിയിലാണ്. അത്രയും മാനസിക ഭ്രാന്തിന്റെ ഒരു വ്യക്തിയാണ് ഹംസ. പുള്ളി മരിച്ചു കേട്ടോ. പുള്ളി കുറെ കഥകൾ പറഞ്ഞു. ഞങ്ങൾ ഇത് താൻ കഥ പറയില്ല, നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ 3 ഷോർട്ട് ഫിലിം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, 3 അപ്പൊ അത് ഇനി ഫിലിമിലാക്കണത്. അപ്പൊ എന്ത് ചെയ്യും, ഒരു 20 മിനിറ്റിന് ഇതായിരിക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ പേര് കപ്പലുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയില്ല. അപ്പൊ സ്ക്രിപ്റ്റ് ഒരു പുല്ല്, അത് ഇത് സ്ക്രിപ്റ്റ് ചെയ്ത് ഞാനാണ്. അപ്പൊ ഇത് ഫിലിമിലാക്കണം. അത് എന്ത് ചെയ്യണം, അന്ന് മറ്റേ ഇതല്ല, മറ്റേ ക്യാമറ. അപ്പൊ വാടക എടുക്കണം. അപ്പൊ അങ്ങനെ സാമ്പത്തികം ഇല്ലാതിരിക്കുമ്പോഴാണ് അഷ്റഫ്, പുള്ളി ഗൾഫിൽ സാമ്പത്തിക കൊടുത്തിട്ടാണ്. അഷ്റഫ് പറഞ്ഞു, ഞാൻ സാമ്പത്തികം മുടക്കാൻ തയ്യാറാണ്. അങ്ങനെയെല്ലാം നമ്മൾ റെഡിയായി ക്യാമറ വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങാറായപ്പോ പുള്ളി ആകെ അപ്പൊ തന്നെ മാനസിക പ്രശ്നമായി. എന്റെ സിനിമ ഞാൻ ആരെയും ഷോർട്ട് ഫിലിം ഞാൻ ആരെയും ചെയ്യാൻ അനുവദിക്കില്ല, അത് എന്റെ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി വീണ്ടും പ്രസക്തിലായി. അങ്ങനത്തെ ഓക്കെ